ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രിപ്പ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് വന്നത് കൊണ്ടായി ബാക്ക് വാട്ടർ റിസോർട്ട് ആലപ്പുഴ. അപ്പോൾ നമ്മൾ അക്കരാണ് വണ്ടി വന്ന് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ ഈ റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത് തോണിയിലാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ മെയിൻ വ്യൂ നമ്മൾ റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടു വെച്ചിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിസോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ചുറ്റും ലേക്കും പിന്നെ റിസോർട്ടിൽ എന്താ പറയുക, ഒരുപാട് ചെടികളും മൊത്തത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. നമ്മൾ ഇന്നലെ നൈറ്റിലാണ് ഇവിടെ എത്തിയത്. പക്ഷെ നൈറ്റിൽ നമ്മൾ അത്യാവശ്യം ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓരോ ഫാമിലിക്കും ഓരോ റൂമായിട്ട് നമ്മളിവിടെ എടുത്തത്. ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് നമ്മൾ പുറത്തുനിന്ന് ഓരോ റൂം കാണുമ്പോൾ. ഉള്ളും അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. ഓരോ റൂമും ഓരോ മോഡലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാം നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള റൂമാണ്. ഈ റിസോർട്ട് ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് ആണ് ഇവിടെ. നൈറ്റ് ടൈമിലൊക്കെ പുറത്തിരിക്കാൻ നല്ല സുഖമാണ്. കാരണം ലേക്കിന് ചുറ്റായതുകൊണ്ടാണ് മെയിൻ റീസണ്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ചുറ്റും മരങ്ങളായതുകൊണ്ട് ഭയങ്കര കൂളിംഗ് ആയിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇവിടെ ഇരിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ പകൽ സമയമാണെങ്കിൽ പോലും വലിയ ചൂടൊന്നുമില്ല, കാരണം മരങ്ങളുള്ളതുകൊണ്ട് തന്നെ. അതുപോലെ നമുക്ക് ആയുർവേദ സെന്റർ ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ്. നമ്മൾ ഇന്നലെ നൈറ്റിലെത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ഡിന്നറും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഇവിടെ അവർ തന്നത്. അതുപോലെ തന്നെ ഇവിടെ ബാഡ്മിന്റൺ കോർട്ടുമുണ്ട്. നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാലൊക്കെ നല്ല എന്താ പറയുക, ഫാമിലി ആയിട്ട് വരുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ടെങ്കിലും നല്ലോണം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു റിസോർട്ടാണ് ആയിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത്. ചുറ്റും ലൈക്ക് എന്ന് വെച്ചാൽ ഫോർ സൈഡെന്ന് പറയാൻ പറ്റില്ല. വളരെ എന്താ പറയുക, നടന്നാൽ നമ്മുടെ റിസോർട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വിസിറ്റ് ചെയ്ത് കഴിയൂല. അതുകൊണ്ട് പിന്നെ ഇതാ സിറ്റിംഗ് എല്ലാം ഏതൊരു ഭാഗം എടുത്താലും നമുക്കൊരു 3-4 സിറ്റിംഗ് എന്തായാലും ഇവിടെ. ഇത് ആയുർവേദ സെന്ററിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. സംതിങ് എന്താ പറയുക, സ്പെഷ്യൽ ബോട്ടാണ് ശരിക്കും. അതുപോലെ തന്നെ നമുക്ക് സൈക്ലിംഗ് ബോട്ടും ഇവിടെ അവൈലബിൾ. അതുപോലെ തന്നെ നമുക്ക് തുഴഞ്ഞു പോകാനുള്ള ഒരു 3 ബോട്ടോളം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് അക്രോസ് ബ്രിഡ്ജ്. ഇത് വെയിറ്റ് പൂളാണ്. നമുക്ക് ഇതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ പൂൾ അവൈലബിൾ ആണ്. വെള്ളത്തിൽ കിടക്കുന്ന റിസോർട്ട് പോലെ അല്ലേ. ചുറ്റും വെള്ളത്തിലാണ് ശരിക്കും കിടക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഇതാണ് നമ്മുടെ പൂള്. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് പൂൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.